ഞാൻ വോയിസ് അയച്ചിട്ട് ശിവാനി ഇത്ര നേരമായിട്ട് റിപ്ലൈ അയച്ചില്ലല്ലോ. ഇല്ല, ഇക്കാര്യം ഞാൻ ശിവാനിയോട് ഡയറക്റ്റായി തന്നെ പോയി പറയണം. ഈ എൻഗേജ്മെന്റ് എന്ത് ചെയ്തിട്ടാലും മുടക്കിയേ പറ്റൂ. ഞാൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് എനിക്ക് പറയണം. ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല. രാത്രി നാഗറാണി ഞാൻ അവിടെ കണ്ടതാ. അവളും എന്നെ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ അവളെങ്ങാനും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇല്ല, ആദ്യം ഈ കാര്യം ദിഗ്വിജയനെ അറിയിക്കണം. ചിലപ്പോ ഞാൻ ഈ കാര്യം അവനോട് പറയുന്നതിന് മുമ്പ് നാഗറാണി വന്ന് എന്നെ കൊന്നു കളഞ്ഞാലോ? നിൽക്കാൻ പാടില്ല. എനിക്ക് പേടിയാവുന്നു. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം. എന്നിട്ട് ദിഗ്വിജയോട് എല്ലാ കാര്യങ്ങളും തന്നെ പറയണം. എന്നിട്ട് എന്റെ ഫ്രണ്ട്സിനോട് ഫോൺ ചെയ്തും പറയണം. പെട്ടെന്ന് തന്നെ പോകണം, പെട്ടെന്ന് പോകണം. നമസ്കാരം മാഡം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ മാഡം ഇന്നലെ പാർട്ടിയുടെ നിന്ന് പെട്ടെന്ന് പോയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാഡം എന്തായാലും ഓക്കെ അല്ലേ? തൃശൂർ, ഫസ്റ്റ് ഓഫ് ഓൾ നിന്നോടിപ്പോ ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ശിവാനിയുടെ വിശേഷം അറിഞ്ഞിട്ട് നിനക്കിപ്പോ എന്ത് നേടാനാ? മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതിനോട്? ഞാൻ മാഡത്തിന്റെ ഒരു വെൽവിഷറല്ലേ? തൃശൂർ, അവളെ കുറിച്ച് കൂടുതൽ വറിയിടാവേണ്ട കാര്യം നിനക്കിപ്പോ ഇല്ല. എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടെന്നൊക്കെ അവരല്ലാതെ മൂന്നാമതൊരാൾ പറയേണ്ട കാര്യമില്ല. ശരിയല്ലേ നീലി മാഡം? ശിവാനിയെ ഇങ്ങനെ കെയർ ചെയ്യാനും അവളെ കുറിച്ച് ആലോചിക്കാനും നീ ആരാ? ഓഹോഹോഹോ, ശിവാനിയെ കുറിച്ച് മനസ്സിൽ ഓരോന്നും മെനഞ്ഞുണ്ടാക്കിയിട്ട് വന്നതാണല്ലേ? അയ്യോ മാഡം, അങ്ങനെയൊന്നുമില്ല മാഡം. എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. എന്നെ വിശ്വസിക്കും മാഡം. ഇല്ല, നീ പറയുന്നതും ചെയ്യുന്നതും കണ്ടാൽ അറിയില്ലേ നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന്. ഞാൻ നിന്നോട് അടുത്ത് പെരുമാറുന്നുള്ളത് സത്യം. പക്ഷെ നീ കരുതുന്ന പോലെ ഒരു ഫീലിങ്സ് എനിക്ക് നിന്നോട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ചിന്തിച്ചത് നീയാ. എന്നിട്ട് എനിക്ക് ത്രിവിക്രമനെ ഇഷ്ടമാണെന്നുള്ള കാര്യം നീ അറിഞ്ഞപ്പോ നിന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിക്കണം എന്നുള്ള പ്രയത്നമല്ലേ നീ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നേ? അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മാഡം. എന്റെ ഉദ്ദേശം അതൊന്നും അല്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ പിറകെ നടക്കുന്നത്, എന്നെ ശല്യപ്പെടുത്തുന്നത് എന്നെ വേദനിപ്പിക്കാനല്ലേ അല്ലേ? മാഡം, മാഡത്തിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല മാഡം. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ അയച്ച ആ വോയിസ് മെസ്സേജ് നിങ്ങൾ കേട്ടു നോക്കിയില്ലേ? അത് ഞാൻ കേട്ടിരുന്നു. അല്ല, അതൊക്കെ പറയാൻ നീ ആരാ എന്റെ? ഞാൻ എന്തിനാ നിന്റെ വാക്കുകൾ കേട്ട് ത്രിവിക്രമായിട്ടുള്ള എന്റെ എൻഗേജ്മെന്റ് മുടക്കണം? മാഡം, അത് അധികം സംസാരിക്കണ്ട നീ. അങ്ങനെ ഒരു മെസ്സേജ് നീ അയച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഉദ്ദേശം എന്താണെന്ന് ആർക്കായാലും മനസ്സിലാകും. നോക്ക്, ശിവാനിയുടെ വിഷയത്തിൽ നീ ഇനി തലയിടണ്ട. അതെ നീലി മാഡം, എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കോ? മാഡം, ഞാൻ നിങ്ങൾക്ക് അയച്ച ആ വോയിസ് മെസ്സേജ് ഇല്ലേ, ഇമ്പോർട്ടന്റ് കാര്യമാണത്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. നീ എന്താ ചെയ്യുന്നേ? അത് ശിവാനി, ഈ തൃശൂലിന് എപ്പോഴും ഇത് തന്നെയാ പണി. നിനക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയച്ച് നിന്റെ ശ്രദ്ധ മാറ്റിവിടാനാണ് അവന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം. നീ ഇനി ഈ മെസ്സേജ് കേൾക്കുകയും വേണ്ട, അത് ഇനി ഈ മൊബൈലിൽ ഉണ്ടാവുകയും വേണ്ട. ഇപ്പൊ തന്നെ അത് ഡിലീറ്റ് ചെയ്യ്. വേണ്ട നീലി. അയ്യോ മാഡം, അത് നിങ്ങൾ മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. അതെ നീലി മാഡം, എന്തിനാ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്? നിന്റെ ശബ്ദം കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇവിടെ ആർക്കും ഇല്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല. എങ്കിലും ഒരു ഒറ്റ തവണ അത് കേട്ടു നോക്കുന്നല്ല എന്താ? സാരമില്ല, ഞാനെന്തായാലും ഇവിടേക്ക് നേരിട്ട് വന്നില്ലേ, ഇനിയിപ്പോ മുഖത്ത് നോക്കിയ കാര്യങ്ങൾ പറയാം. തൃശൂർ,
വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, പുറത്തു വന്നോക്ക്. ഹലോ നീലി മാഡം, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. ഞാനിപ്പോ പറയുന്ന കാര്യം ശിവാനി മാഡത്തിന് നല്ലതിന് വേണ്ടിയിട്ടാ. അതായത് മാഡം, എന്റെ സ്വപ്നത്തില് തൃശ്ശൂർ പ്ലീസ്, ദയവ് ഇത് ഇവിടുന്ന് പോവാൻ നോക്ക്. നീ പറയുന്നതും കേട്ടോണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ വീട്ടിലേക്ക് വരുന്നത് പഴയതൊക്കെ ഓർമ്മിപ്പിക്കാനും എന്നെ ശല്യം ചെയ്യാനും വേണ്ടിയിട്ടാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. മാഡം, അത് നിന്നോട് പോകാനല്ലേ പറഞ്ഞു? മാഡം പ്ലീസ്, ഞാൻ പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? ഇറങ്ങ്. മാഡം, ഞാൻ പറയുന്നത് കേൾക്കുന്നു. പുറത്തേക്ക് ഇറങ്ങ് തൃശ്ശൂർ. പൊക്കോളാന്നേ പ്ലീസ്. ഇറങ്ങ്. മാഡം, പറഞ്ഞ മനസ്സിലാവില്ലേ? ഞാൻ പറയുന്നൊന്ന് Get കേൾക്ക് lost, പ്ലീസ്. തൃശ്ശൂർ. മാഡം മാഡം പോകാൻ. മാഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് മാഡം പ്ലീസ്. ദയവായി ഒന്ന് കേൾക്ക് മാഡം. മാഡം ദയവേത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. മാഡം മാഡം പ്ലീസ് മാഡം. ദിഗ്വിജയ്, നീ ഇങ്ങോട്ട് വന്ന് എന്തായാലും നന്നായി. പക്ഷേ ഈ സ്ഥലം അത്ര സേഫ് അല്ല. വരൂ, ഇവിടുന്ന് പോവാ. എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്തിനാ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഇന്നലെ അവിടുന്ന് ഒരു വാക്കുപോലും പറയാതെ നീ മുങ്ങിയതല്ലേ അല്ലേ? എന്റെ മരുമകളെ പരിചയപ്പെടണമെന്ന് പറഞ്ഞത് തന്നെ നീയാ. ഞാൻ പാർട്ടി അറേഞ്ച് ചെയ്തതും അതിനു വേണ്ടിയാ. എന്നിട്ട് നീ അവളെ കാണുന്നതിന് മുമ്പ് എങ്ങോട്ടാ ഓടിപ്പോയെ? ഞാൻ അവിടുന്ന് ഓടിപ്പോയത് തന്നെ നിന്റെ മരുമകളെ കണ്ടിട്ടാ. എന്റെ മരുമകളെ കണ്ടിട്ട്? അതെന്താ? നിന്റെ വീട്ടിലേക്ക് മരുമകളായി കയറി വരാൻ പോകുന്ന വേറെ ആരുമല്ല, നമ്മളെല്ലാവരെയും കൊല്ലാൻ വേണ്ടി നടക്കുന്ന അവള് തന്നെയാ, നാഗറാണി. വാട്ട്? ശിവാനിയോ? ആ, ശിവാനി തന്നെയാ നാഗറാണി. എന്തിനാണ് നീ ഇങ്ങനെ ചിരിക്കുന്നത്? എടാ, തമാശ കേട്ടാ പിന്നെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? എടാ, നിന്റെ മുമ്പിൽ ഇപ്പൊ ഏത് പെൺകുട്ടിയെ കൊണ്ട് നിർത്തിയാലും അവരൊക്കെ നിനക്ക് നാഗറാണിയായിരിക്കും. ഞാൻ തമാശ പറഞ്ഞതല്ലടാ. അന്ന് ത്രയംബക ഗുരുക്കളുടെ വേഷത്തിൽ വന്നത് അവള് തന്നെയാ. അന്ന് നാഗമായി എന്നെ കൊല്ലാൻ ശ്രമിച്ചതും അവള് തന്നെയാ. ഇന്ന് നിന്റെ മകൻ സ്നേഹിക്കുന്നതും അവളെ തന്നെയാ. അതേ നാഗറാണി. എന്താണ് നിന്റെ പ്രശ്നം? നീ എന്ത് വെഡിത്തരമൊക്കെ വിളിച്ചു പറയുന്നത്? വിഡ്ഢിത്തരമല്ലടാ, സത്യവാ. സത്യം തന്നെയാ ഞാൻ പറയുന്നത്. എടാ, കാര്യമായ ഒരു തെളിവുമില്ലാതെ എന്റെ മരുമകളാണ് നാഗറാണി, നമ്മളെയൊക്കെ കൊല്ലാൻ നടക്കുന്നത് അവളാണെന്ന് വന്ന് പറയുന്നതിന് മുമ്പ് ഒരല്പം ചിന്തിച്ചുകൂടെ നിനക്ക്? ദിഗ്വിജയ്, ഞാൻ പറയുന്നത് സത്യം തന്നെയാണ്, സത്യം തന്നെയാണ്. എന്നിട്ട് നീ ഇത് എന്തുകൊണ്ട് ഇന്നലെ പറഞ്ഞില്ല? എല്ലാരും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ. എല്ലാരും ഇല്ലായിരുന്നോ? ഫ്രണ്ട്സും ഞാനും. ദിഗ്വിജയ്, നിനക്കും ഇത് അറിയുന്ന കാര്യമല്ലേ? എനിക്ക് അവളെ കാണുമ്പോ പെട്ടെന്ന് പേടിയാവും. ഇന്നലെ സംഭവിച്ചത് അത് തന്നെയാ. അതുകൊണ്ടാ ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു. ഓടുന്നതിന് മുമ്പ് നിനക്കെന്നെ ഒന്ന് ഫോൺ ചെയ്യായിരുന്നില്ലേ? ആ സമയത്ത് എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് സുബോധം വന്നത്. നിങ്ങളെല്ലാരും അറിയിക്കണം, ആ നാഗത്തെ കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി ഞാൻ തിരിച്ചു വന്നതാ. തിരിച്ചു വന്നപ്പോഴെങ്കിലും നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ തിരിച്ചു വന്ന് നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നാഗത്തിന്റെ പാട്ടിട്ടത്. അതെ മുതലാളി, പാമ്പിന്റെ പാട്ട് വെക്കാൻ ഡോക്ടറെ പറഞ്ഞത്. ഞാൻ ആ പാട്ട് വെച്ചത് തന്നെ അവള് നാഗറാണിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആ പാട്ട് അവിടെ വെച്ചപ്പോൾ തന്നെ നിന്റെ മരുമകൾ പാമ്പായി രൂപം മാറി. പാമ്പായിട്ട് മാറിയിരുന്നു? അതെ, അവൾ പാമ്പായി മാറിയിരുന്നു. ആ പാട്ടിനൊത്ത് നിർത്തുകയും ചെയ്തു. ദിഗ്വിജയ്, അവളെ വിശ്വസിക്കണ്ട നീ. അവളെ വിശ്വസിച്ച് കുഴിയിൽ വീഴണ്ട നീ. എന്താടാ, എന്താ നീ ഒന്നും സംസാരിക്കാത്തെ? ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെന്നുണ്ടോ? എനിക്കറിയാമത്. എന്റെ വാക്കുകളെ നീ വിശ്വസിക്കുന്നില്ലെന്ന്. അതുകൊണ്ടാണ് ഞാനൊരു തെളിവ് ശേഖരിച്ചു വെച്ചത്. തെളിവുണ്ടെന്നോ? എന്താ അത്? ആ നാഗറാണി പാമ്പായി രൂപം മാറുന്നത് ഞാൻ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാണിച്ചുതരാം, നിൽക്ക്. എന്താ മുതലാളി ഇങ്ങനെയൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവൻ തെളിവുണ്ടെന്നൊക്കെയാണല്ലോ പറയുന്നത്. കൊണ്ടുവരട്ടെ, നോക്കാം.
എവിടെ പോയി എന്റെ മൊബൈല്? ഓ, ദിഗ്വിജയുടെ വീട്ടിൽ തന്നെ വീട് പോയെന്നാ തോന്നുന്നേ. അവിടെ തന്നെ ഉണ്ടാവും. യെസ്, അവിടെ പോയി നോക്കാം. മുതലാളി വരുന്നുണ്ട്. തെളിവ് കിട്ടിയോടാ? കൊണ്ടുവാ. അത് എന്റെ മൊബൈൽ എവിടെയും കാണുന്നില്ല ദിഗ്വിജി. അതെവിടെ പോയി? അത് ഇന്നലെ രാത്രി ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നില്ലേ, അപ്പോ ആ മൊബൈല് നിന്റെ വീട്ടിൽ തന്നെ വീണു പോയെന്ന് എനിക്ക് തോന്നുന്നേ. നന്ദീശ, വീടിനടുത്തൊന്ന് മൊബൈൽ വല്ലതും കിട്ടിയായിരുന്നു? ഇല്ല മുതലാളി. ഞാൻ പറയുന്ന സത്യം തന്നെയാണ്. ശരി, ആ മൊബൈലിന്റെ കാര്യം നീ വിട്ടേക്ക്. ഇപ്പൊ നേരിട്ട് എന്നെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയാ ഞാൻ പ്രൂവ് ചെയ്തു തരാം. എങ്ങനെ? 4 പാമ്പാട്ടികളെ നീ വിളിക്ക്. അവരെ കൊണ്ട് മകടി ഒളിച്ചാൽ ആ നിമിഷം നമ്മൾ പാമ്പായി മാറും. മാഡം 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 ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നിങ്ങളുടെ എൻഗേജ്മെന്റ് ഒരിക്കലും നടക്കരുത്. എനിക്കിതിൽ വേറെ ഒരു ഉദ്ദേശമില്ല. ഞാൻ മാഡത്തിന്റെ നല്ലതിന് വേണ്ടി പറയുന്നത്. നിന്നോട് പോകാൻ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് നിൽക്കാണോ നീ? നിന്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. മാഡം, എന്റെ മുഖത്തേക്ക് നോക്കണ്ടെന്നേ. ഞാൻ പറയുന്ന ഒന്ന് കേട്ടാ മാത്രം മതി. ദയവ് ചെയ്ത് എനിക്കൊരു 1 മിനിറ്റ് സമയം തരാം. ഞാൻ മുമ്പ് നിന്നോട് കുറച്ചധികം അടുത്തിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് എന്റെ പുറകെ കൂടിയിരിക്കാണോ നീ? എന്നെ ശല്യം ചെയ്തോണ്ടിരിക്കാണല്ലോ, ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കാണല്ലോ. അയ്യോ, ബ്ലാക്ക് മെയിൽ ഒന്നല്ല മാഡം. ഞാനിപ്പോ പറയുന്നത് കേട്ടാ നല്ലതേ വരൂ. വിശ്വസിക്കണ്ടേ? എനിക്ക് ആരെയും വിശ്വസിക്കണ്ട. ആദ്യം നീ ഇവിടുന്ന് പോകാൻ നോക്ക്. പോകാൻ ഉദ്ദേശമില്ലെങ്കിൽ ത്രിവിക്രമനെ വിളിച്ച് നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. നീ പോയി എല്ലാം പറയുന്നതിന് മുന്നേ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ പ്രശ്നം തീർന്നില്ല. അയ്യോ മാഡം, ഇപ്പൊ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്ന മാഡം? വേണ്ട, പ്ലീസ് പ്ലീസ് മാഡം. അങ്ങനെ ചെയ്താലേ ശരിയാകൂ. ഞാനിപ്പോ തന്നെ വിളിക്കാൻ പോവാ. മാഡം പ്ലീസ് മാഡം, അവരെ മാത്രം ദൈവത്തെ ഓർത്ത് വിളിക്കരുത് പ്ലീസ് മാഡം. നന്ദീശ, നമ്മളിപ്പോ പോണ്ട. എന്താ ദിഗ്വിജയ്, എന്ത് പറ്റി? പോയാൽ നമുക്ക് ശിവാനിയെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ പറ്റാത്തെ? അവളാ നാഗരാണെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. എന്നെ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. സത്യം എന്താണെന്ന് ഞാൻ തെളിയിച്ചു തരാം. ഈ കാര്യത്തിൽ എടുത്തിയാടുന്നതിന് മുമ്പ് നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണെന്നുള്ള കാര്യം ആദ്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കെണിയിൽപ്പെടാൻ പോകുന്നത് നമ്മളായിരിക്കും. അതുകൊണ്ട് ആദ്യം നമുക്ക് ഗുരുക്കളുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യാം. ഗുരുവിനോടോ? ഇതിൽ ഗുരുവിന്റെ ആവശ്യം എന്തിരിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, അവളാണ് നാഗരാണി. ഞാൻ പ്രൂവ് ചെയ്തു തരാം. നോക്ക് ദിഗ്വിജയ്, ഇതിലിപ്പോ മന്ത്രശക്തിയുടെ യാതൊരു ആവശ്യവുമില്ല. 4 പാമ്പാട്ടികളെ വിളിച്ച് അവരെ കൊണ്ട് മകുടി ഊതിച്ചാൽ അവൾ ശരിക്കും പാമ്പായി മാറും. മകുടി ഊതിക്കഴിഞ്ഞാൽ അവള് പാമ്പായി മാറും എന്നൊക്കെ നീ ഇപ്പൊ പറയുന്നു. പക്ഷേ അവൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കണം. ഒരുപക്ഷെ അവൾ നമ്മളെക്കാൾ സ്ട്രോങ് ആണെങ്കിൽ അവളുടെ മുമ്പിൽ നമ്മൾ തോറ്റുപോകും. ഒന്നും സംഭവിക്കില്ല. ഞാൻ പറയുന്നവർക്ക് ഗുരുവിന്റെ അടുത്തൊന്നും പോവണ്ട. നീ പറയുന്ന പോലെ എനിക്ക് ഗുരുക്കളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ രക്ഷിച്ചതും ഒക്കെ അദ്ദേഹമാണ്. നമ്മുടെ ശക്തിയും അദ്ദേഹമാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ചോദിക്കാതിരിക്കുന്നത് തെറ്റാ. അല്ല ദിഗ്വിജയ്, ഞാൻ പറയുന്നു, നീ ഒന്ന് കേൾക്ക്. വെറുതെ ഓരോന്ന് പറയില്ലേ സാമ്പ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ മരുമകളാകാൻ ഏറ്റവും യോഗ്യ ശിവാനിയാണെന്നാ ഗുരുക്കള് പറഞ്ഞത്. ഞാൻ നീ പറയുന്നത് വിശ്വസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സംശയിക്കുന്നതിന് തുല്യമാവില്ലേ അത്? ഗുരുവിന്റെ മഹത്തായ ശക്തിയാണ് എന്നെ ഇതുവരെ രക്ഷിച്ചിട്ടുള്ളത്. അതേപോലെ നിന്നെ. ദിഗ്വിജയ്, ഞാൻ പറയുന്നത് മാത്രമെന്നു വിശ്വസിക്കാത്തെ? ഓക്കേ, നീ പറയുന്നത് സത്യമോ കള്ളമോ ആയിക്കോട്ടെ, അതെനിക്കൊരു പ്രശ്നമേ അല്ല. എനിക്ക് ഗുരുക്കളെ വിശ്വസിച്ചേ പറ്റൂ. അവള് നാഗരാണിയാണെന്ന് ഞാൻ തെളിയിക്കാവുന്നല്ലേ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗുരുക്കൾ പറയുന്നതായിരിക്കും. ദിഗ്വിജയ്, ഞാൻ പറയുന്നു കേൾക്ക്. അതെ, മുതലാളി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അതിലൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നൊരു കാര്യം, നമുക്ക് ആ കുട്ടിയുടെ മേലൊരു സംശയം ഉണ്ടായപ്പോ ഒരുപാട് വീക്ഷിച്ചത്, പക്ഷെ കുഴപ്പമൊന്നും കണ്ടില്ല. വരൂ. ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യം വന്നില്ല. കറക്റ്റ് സമയത്ത് ത്രിവിക്രമന്റെ കോൾ ഇങ്ങോട്ട് വന്നു. ഇതാ നോക്ക്. ഞാൻ ഇപ്പൊ തന്നെ ത്രിവിക്രമന്റെ കോൾ അറ്റൻഡ് ചെയ്ത് എല്ലാ കാര്യം പറയാൻ പോവാ. തൃശ്ശൂർ എന്റെ വീട്ടിൽ വന്ന് വല്ലാതെ ശല്യം ചെയ്യാ,
കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് എന്നോട് പറഞ്ഞൊന്നും പറയും. അയ്യോ വേണ്ട മേഡം പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാൻ മേഡത്തിന്റെ. അല്ലെങ്കിൽ മേഡം ഞാൻ ദേ പോവാണ്. അപ്പൊ മുതൽ നീ ഇതന്നല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്നിട്ട് ഇവിടുന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങിയിട്ടില്ലല്ലോ നീ. നിക്ക് ഇപ്പൊ വേണ്ട പറയാം. മേഡം മേഡം ഞാൻ ദേ പൊക്കണം. മേഡം കോള് കട്ടായോ? നീ പോകുന്നുണ്ടോ ഇല്ലയോ? മേഡം എന്തിനാ മേഡം ഇങ്ങനെ ചൂടാവുന്നേ? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഞാൻ പറയാൻ പോകുന്നതൊക്കെ സത്യ. അത് ഞാൻ കണ്ട സ്വപ്നത്തില്. പിന്നെയും തുടങ്ങി ഓരോന്ന് പറയാം. അവന്റെ കോള് കട്ടായി പോയാലും എനിക്ക് അങ്ങോട്ട് വിളിച്ച എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. അയ്യോ മേഡം ദയവേത് അങ്ങനെയൊന്നും ചെയ്യില്ല പ്ലീസ്. അങ്ങനെയാണെങ്കി ഇപ്പൊ പോ. മേഡം ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും. ഞാൻ ആരും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നില്ല. നിങ്ങളാണ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. നമ്മുടെ സംസാരത്തിൽ ബോസിനെ എന്തിനാ വെറുതെ വലിച്ചടിക്കുന്നത്? മേഡം ഒരു ഒറ്റ മിനിറ്റ് ഞാൻ പറയുന്നത് സമാധാനമായിട്ടൊന്ന് കേൾക്കോ? സമാധാനമായിട്ട് കേൾക്കണോ അല്ലേ? നിക്ക് അങ്ങോട്ട് വരാൻ. താങ്ക് യു മേഡം. താങ്ക് യു സോ മച്ച്. അത് പിന്നെ എന്റെ ഒരു സ്വപ്നത്തിൽ. മിനിറ്റ്. ത്രിവിക്രം പിന്നെ എന്നെ വിളിച്ചോണ്ടിരിക്കും. ഇനി ഞാൻ എന്തായാലും ഇത് പറയും. നോക്കാം. മേഡം പ്ലീസ് മേഡം ഫോൺ എടുക്കല്ലേ. ഞാനിവിടെ നിന്ന് പൊക്കോളാം. ഒരു മിനിറ്റ് പോലും നിൽക്കാത്ത ഞാൻ പൊക്കോളാം. അങ്ങനെയാണെങ്കിൽ പോകാൻ. ഹലോ ഹായ് ശിവാനി, താൻ ബിസിയാണോ? ഞാൻ നേരത്തെ 1-2 പ്രാവശ്യം വിളിച്ചിട്ട് താൻ എടുത്തില്ലല്ലോ. ആ കുറച്ച് ബിസിയായിരുന്നു. എന്തു പറ്റി ശിവാനി? തന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? എനി പ്രോബ്ലം? അത് ചെറിയൊരു തലവേദന. തലവേദന? ഡോക്ടറെ അടുത്ത് പോയാലോ? ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്താ നീ ഇങ്ങോട്ട് വരാന്നോ? ഓ വേണ്ട നീ വരുമൊന്നും വേണ്ട. തലവേദന പോയി. സത്യം പറ ശിവാനി, എന്നോടങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. അങ്ങനെയൊന്നുമില്ല ത്രിവിക്രം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി. പിന്നെ ശിവാനി, 1 മണിക്കൂർ കഴിഞ്ഞ് താൻ ഫ്രീ ആവോ? അത് ഫ്രീ അല്ലെങ്കിലും എനിക്ക് വേണ്ടി താൻ ഫ്രീ ആവുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. ഞാൻ വെറുതെ ഒരു ഫോർമാലിറ്റി ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ ബൈ ശിവാനി. വരൂ ദിഗ്വിജയ, നിനക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം നന്നായി നടക്കുന്നു ഗുരുക്കളെ. അങ്ങ് പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. പക്ഷേ അല്ല ഗുരുക്കളെ, നിശ്ചയത്തിന്റെ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ശിവാനി എന്റെ വീട്ടിലേക്ക് വരാൻ യോഗ്യതയുള്ളവൾ തന്നെയല്ലേ? എന്റെ വാക്കുകളെയും സംശയിക്കുന്നു ദിഗ്വിജയ. നീ മുമ്പ് സാധിച്ചെടുത്തതെല്ലാം എന്റെ ആശീർവാദവും മാർഗദർശനവും കൊണ്ടാണ്. മറന്നു പോകണ്ട. ചേച്ചേ ഒരിക്കലും ഇല്ല ഗുരുക്കളെ. എന്നിരുന്നിട്ടും നിന്റെ ആശങ്കയ്ക്ക് കാരണം? അല്ല ഗുരുക്കളെ, മകന്റെ നിശ്ചയം എന്നൊക്കെ പറയുമ്പോ ഒരച്ഛനായി എനിക്ക് ചില ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. വീട്ടിലാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ശുഭകാര്യം നടക്കാൻ പോകുന്നത്. അത് മംഗളമായി നടക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ദിഗ്വിജയ, എന്ത് സംശയമുണ്ടെങ്കിലും ഇപ്പോൾ ചോദിച്ചു മനസ്സിലാക്കാം. ഇല്ലാത്ത പക്ഷം സംശയത്തിന്റെ ആഴം കൂടി നീ തന്നെ ദുർബലനായി തീരും. ഒരിക്കലും അങ്ങനെയൊന്നുമില്ല ഗുരുക്കളെ. എന്നാലും ഈ നാഗലോകത്തിൽ നിന്നുള്ളവര് ശല്യങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ അല്ലേ? അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല. സംഭവിക്കുവാൻ ഞാൻ അനുവദിക്കുകയുമില്ല. ഇത്രയും കാലം ഞാൻ നിന്നെ സംരക്ഷിച്ചില്ലേ? ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കും. ഇനിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോഴേ ചോദിച്ചു മനസ്സിലാക്കിക്കോളൂ. ഗുരുക്കളെ, വേറൊന്നുമില്ല. നിശ്ചയത്തിന്റെ ചടങ്ങുകൾ ഭംഗിയായിട്ട് നടക്കാൻ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവും. ശുഭം ഭവിക്കട്ടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്.
എന്താണിത്? ദിഗ്വിജയന്റെ പെരുമാറ്റത്തിലൊക്കെ ഒരു അപാകതയുണ്ട്. അവൻ മനസ്സിൽ എന്തൊക്കെയോ മെനയുന്നുണ്ട്. നാഗലോകത്തെ കുറിച്ച് എന്തിനായിരിക്കും അവൻ ചോദിച്ചത്? എന്താ ഇത്? ശകുനങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്താണിത്? ഈ സ്വപ്നം സത്യമാവോന്ന് എനിക്കറിയില്ല. ഇത് സത്യമാവില്ലെന്നാണ് വിശ്വസിക്കേ. അന്ന് ഞാൻ എന്റെ സ്വപ്നത്തില് ശിവന്റെ വിഗ്രഹം കണ്ടു. അതിനുശേഷം ഞാൻ വേറൊരു ലോകത്തായിരുന്നില്ലേ? ആ സ്വപ്നം യാഥാർത്ഥ്യമായില്ലേ? അപ്പൊ ഈ സ്വപ്നം വലിക്കില്ലെന്ന് എന്താ ഗ്യാരണ്ടി? കൊച്ചു മുതലാളി ശിവാനിയെ കൊല്ലാൻ ശ്രമിച്ചത് ഒരു ദുസ്വപ്നാണെന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ ഞാൻ എന്റെ സ്വപ്നത്തെ കണ്ട അതേ കത്തിയുമായിട്ടാ ബോസ് ഇന്ന് രാവിലെ എന്റെ അടുത്തേക്ക് വന്നത്. ഇതൊക്കെ ഞാൻ കണ്ട സ്വപ്നം സത്യമാവാനുള്ള തെളിവ് തന്നെയല്ലേ? അങ്ങനെയാവും. ഞാൻ ഈ കണ്ട സ്വപ്നം സത്യമാവും. ഓ, ശിവാനി ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുന്നില്ല. എന്തോ കല്ല് വെച്ച് നുണ പറയാന്ന് വിചാരിച്ചിരിക്കുന്നു.